അഥവാ മംഗലനാളിനെ രക്ഷപ്പെടണം. മലയാളിക്കാരിൽ പുളകങ്ങൾ വളർത്തുന്ന മലബാറിലിറങ്ങിയതും വെള്ളിയങ്കോട് അവിടെ മലദീപം തിളങ്ങിയ കഥ ചൊല്ലിടാം. മനത്തെ പറമ്പില് ഒരു കുഞ്ഞ് ജനിക്കുന്ന മനത്തെ കമർ പോലെ മുഖം നൽകുന്ന കുഞ്ഞ് മനസ്സുള്ളിൽ കൊളേകി വളർന്നിടുന്നു. മലബാറിന്റെ തെക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വെളിയങ്കോട് എന്ന കടലോര ഗ്രാമം, അവിടെ അബ്ദുള്ള സാഹിബ് ആമിന എന്ന നാട്ടുപുറത്തിക്കാരിയെ വിവാഹം ചെയ്തു. അങ്ങനെ ആ ദാമ്പത്യ വല്ലരെ ഒരു കുസുമം ഇടുന്നു. പക്ഷേ പോറ്റാനും വളർത്താനും പേരീശങ്ങൾ ചൊരിയാനും പൊന്നുപ്പായരെ ജീവിച്ചില്ല. തന്റെ പുന്നാര മകനൊപ്പം മധുരങ്ങൾ നുണയുവാൻ പൂവിക്കിടമേറെ വീതിച്ചില്ല. പൂവിക്കിടമേറെ വീതിച്ചില്ല. അതെ, അവ മഴമേറെ ആസ്വദിക്കാൻ പിതാവ് അബ്ദുള്ള സാഹിബിന് സാധിച്ചില്ല. തിരി വന്നു വിളിച്ചു. അദ്ദേഹം പരലോകത്തേക്ക് യാത്രയായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഭർത്തവിയോഗത്തിൽ ആമിന അതിയായി ദുഃഖിച്ചെങ്കിലും തന്റെ പൊന്നുമോനെ അതിവാത്സല്യത്തോടു കൂടി പോറ്റി വളർത്തി. അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു അവിടെ ആയുധം. അത് തന്റെ കുട്ടിയിൽ ഊട്ടിമുറപ്പിച്ചു. കാലചക്രം അതിവേഗം കറങ്ങി. ആഴ്ചകൾ മാസങ്ങൾ വർഷങ്ങളായി കുഞ്ഞുമരക്കാർ തടമെടുക്കുള്ള കോമളനായി മാറി. ആ കല്യാണമുള്ള യുവാവിനെ ആ നാട്ടുകാരെ ഒരുപോലെ സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേർത്ത് മാതാവോടി പോയി മറഞ്ഞു ബാല്യകാലം യോഗ്യനായി മാറി. തൊഴിലെടുത്ത് ജീവിതം ഇച്ചിടുവാനായി താക്ക് തണലുമായി കുടുംബം പുലർത്തുവാനായി. അതെ, ആ അനുസരണുള്ള കുഞ്ഞു ഉമ്മയുടെ നിർദ്ദേശം സ്വീകരിച്ച് പതിവായി കടപ്പുറത്ത് ചെന്ന് സന്ധ്യയാകുമ്പോഴേക്കും മത്സ്യമെത്തിക്കഴിയും. താമസം ഓലപ്പണ്ട് മേഞ്ഞൊരു കൂലിയിലാണെങ്കിലും ജീവിതം അഭിമാനത്തോടു കൂടി കഴിച്ചു. അങ്ങനെ ഇരിക്കെ ആ ഉമ്മയുടെ അകതാരിൽ അർത്ഥമുള്ള ഒരു സ്വപ്നം അതിലറിയാൻ തുടങ്ങി. മണിമുത്തിനായ ഒരു തീയെ കണ്ടെത്തുവാൻ മനസ്സുള്ളിൽ ഒരു മോഹം മറാവിഞ്ചിറകടി ചേർന്നിടുന്നു. പൂരിത പാരിശേറും സമർത്ഥയെ കണ്ടെത്തുന്ന പുരത്ത മണവടി പുതുമാരൻ മാതൃഗേഹം അണഞ്ഞിടുന്നേ. അതെ, ആ ഉമ്മയുടെ അഭിലാഷം പൂവയാനും പോകുന്നു. അഥവാ തന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ടു. അണഞ്ഞൊരുങ്ങിയ വരനും കൂട്ടനും വധുഗ്രഹത്തിലെത്തി. നിക്കാഹ് നടന്നു. ഒപ്പം ഭക്ഷണ പാനീയങ്ങളും എങ്ങും ഭക്ഷണ പാനീയങ്ങളെ കൊതിപ്പിക്കുന്ന ഗന്ധം. അതാ ആ വിവാഹ പന്തിലേക്ക് ഒരാൾ ഓടി വരുന്നു. ആരാണ് അയാൾ? അയാളുടെ തലയും താടിയും നേരിച്ചിരിക്കുന്നു. എങ്കിലും തേജസ്സുള്ള മുഖം. ഓട്ടം കാരണം അയാൾ കിടക്കുകയാണ്. ആ കിടപ്പിനിടയിൽ അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അഥവാ കൂട്ടുകാരെ കേട്ടോ നിങ്ങൾ കോളരാം പാരങ്കികൾ കൂട്ടം കോടിയവർ നിജരാം വിദേശികൾ കടപ്പുറത്ത് വന്നവരെ പാവമായു വേദിയെ കശ്മലം പിടിച്ചു വെട്ടിക്കൊണ്ടു പോയരുണിയെ കടലിൽ ധൈര്യമുണ്ടവർക്ക് എതിരെ പൊന്നടത്തുവാൻ ആലവിടെ ഉണ്ടരണ അവർക്ക് രക്ഷ നൽകുവാൻ. ഉടനെ മക്കളെ ആ പാവപ്പണിയെ രക്ഷിക്കാൻ കശ്മീരിൽ കടിച്ചു കീറും. ആ വിപത്തിൽ നിന്നും അവളെ രക്ഷിക്കാൻ ചെങ്കുറപ്പുള്ള ആരുടെ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ ആ സദസ്സിലേക്ക് മാറി മാറി നോക്കി. ഇല്ല, ആരുമില്ല. ഈ കാര്യം പറഞ്ഞിട്ടും ആയുധം അറിയാൻ ആരും തയ്യാറായില്ല. അങ്ങനെ ആ സദസ്സിലേക്ക് മാറി മാറി നോക്കി. അതാ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുന്നു. ആരാണ് അയാൾ? കുഞ്ഞു മരക്കാർ, പുതു മണവാളൻ. മണവാട്ടി മണയിൽ കാത്തു നിൽക്കുന്ന സ്വപ്നങ്ങളും മോഹങ്ങളും അണിഞ്ഞിട്ടില്ല. അദ്ദേഹം സ്വന്തം ഗ്രഹത്തിലെത്തി. മകനെ തനിച്ച് കണ്ട അമ്മ അത്ഭുതപ്പെട്ട് ചോദിച്ചു, മകനെ നീ എന്താണ് ഒറ്റയ്ക്ക്? നിക്കാഹ് നടന്നില്ലേ? മകൻ ആ ഞെട്ടിപ്പിക്കുന്ന സംഭവം ഉമ്മാക്ക് വിവരിച്ചു കൊടുത്തു. അങ്ങനെ ഒട്ടും താമസിച്ചില്ല. കഥ കേട്ടിട്ട് അത്ഭുതമായിട്ടും കനിമാനെ കൂട്ടിയണച്ച് ചൊല്ലുന്നേ. കരവാളം മൂടിയെടുത്ത് കയ്യിൽ വെച്ചു കൊടുത്ത് കാട്ടിടാൻ നാട്ടിൽ മാനമോതുന്നേ. ഉടനെത്തി കപ്പലിലുള്ള ഒറ്റകളെ നീ രക്ഷിക്ക്, പടവാളതിനാലോരെടുത്ത പറങ്കുകളെ നീ തൊന്നിക്ക്. വിടവാങ്ങിട്ടീട് മിന്നൽ വേഗം കുഞ്ഞു മരക്കാൻ എവിടെ കാടൽക്കാരായ
ഉടനെ ആ തോണിക്കാരനെയും കൂട്ടി കുഞ്ഞുമരക്കാർ കടലിന്റെ തീരമാലയിലേക്ക് നടന്നു. അവിടെ ആ തട്ടിക്കൊണ്ട് പോയ പാവം യുവതിയെ കപ്പലിൽ കെട്ടിയിരിക്കുന്നു. കുഞ്ഞുമരക്കാരന്റെ രക്തം തെളിച്ചു. ഓടിച്ചെന്നുകൊണ്ട് അവളുടെ കെട്ടരിച്ചു. അങ്ങനെ തോണിയിലേക്ക് ഇറക്കി കൊടുത്തു. തോണി സുരക്ഷിതമായി കരയിലെത്തുന്നത് വരെ കുഞ്ഞുമരക്കാർ ഊരിപ്പിടിച്ച വാളുമായി കപ്പലിന്റെ ഉച്ചിയിൽ കാവൽ നിന്നു. തുടർന്ന് മയങ്ങിയ ക്രൂരൻ കടവാൾ കൊണ്ട് ഉയർത്തിയ വീരൻ മിന്നൽ വേഗത്തിൽ ധീരമരക്കാരായുധമേന്തുകയായി പൂർവെളുത്തൊക്കെ ബിരുനിയായി അറബിക്കടലും ആട്ടിതറിക്കുന്നേ ഞെട്ടിതറിക്കുന്നേ. അതെ, ആ കുഞ്ഞുമരക്കാരന്റെ വാൾ എതിർത്തിച്ചു. പറയെ പിശാചുകളുടെ ശവശരീരം കപ്പലിൽ കുന്നിക്കൂടി. അവരുടെ അഭിമാനത്തിന്റെ തെറ്റിപ്പീരം മുഴങ്ങി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അവസാനം ചാരിയൻ കപ്പിത്താനത പിന്നിൽ പാത്തു പതിഞ്ഞ് അറിയാതൻ ആ മഹമേതി ചാരിയെടുക്കുകയായി അവനത് വാളെടുക്കുകയായി അത് തന്ത്രവഞ്ചനയായി ആനവിട്ടുകയായി അങ്ങനെ ആ കേസരിയൊടുവിൽ താഴെ പതിക്കുകയായി. അതെ, ആ കപ്പലിലെ ചതിയനായ കപ്പിത്താൻ പിന്നിൽ നിന്നും ആഞ്ഞുവെട്ടി. ഓർക്കാതെ വന്ന വെട്ടിക്കാരണം ആ ധീരൻ കപ്പലിൽ അടിതെറ്റി വീണു. ഉടനെ അവൻ വേഗം തന്നെ കേറി കിടക്കുന്നു ഉച്ചിരുള്ള സിംഹത്തിന്റെ ദേഹത്തെ. ഉടനെ കഷ്ണമാക്കി നീറക്കുന്നു ഉരത്തിയിലെറിയുന്നു ദൂരത്തെ. പുതുമനമകത്തെ വർഷം കാത്തെ പുരയിൽ ഞാനിരിക്കുന്നു. പുതിയ പിഴയായി പോയൊരു മുത്തെ പല പുരത്തുണ്ടായി ചിതറുന്നു. കഷ്ണങ്ങളാക്കിയ ക്രൂരൻ പറഞ്ഞിയും പറയാതെ പലവരം ചാടുന്നേ. കപിടമതിമനം നാട്ടിൽ ഉയരകി കഷ്ണങ്ങൾ മലബാറിൽ മിന്നുന്നേ. കഷ്ണങ്ങൾ മലബാറിൽ മിന്നുന്നേ. അതെ, ആ കപ്പലിലെ കപ്പിത്താൻ ആവർത്തിച്ചു ആ യുവ ശരീരത്തിനെ വെട്ടി. ആ യുവകോമളന്റെ ശരീരം 7 കഷ്ണങ്ങളാക്കി ഓരോ കഷ്ണവും കടലിന്റെ തീരമാലയിലേക്ക് വലിച്ചെറിഞ്ഞു. വെളിയങ്കോട്, കാപ്പാട്, കോട്ടുമല തുടങ്ങിയ സ്ഥലങ്ങളിൽ ആദരവോടെ സ്ഥിതി ചെയ്യുന്നു. പ്രിയരെ, ഇതോടെ നമ്മുടെ ഈ കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. സഹകരിച്ച സദസ്സിന് നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.